പലരും ജെനുവിൻ കൺസേണോട് കൂടി ചോദിക്കുന്നവരാണ്. പിന്നെ ചൊറിയാൻ വേണ്ടി ചോദിക്കുന്നവർ ഒരുപാട് പേരുണ്ട് കേട്ടോ. പിന്നെ ഞാനൊക്കെ ഇനിഷ്യൽ ടൈമിലാണെങ്കിൽ ചൊറിയാനായിട്ട് ശ്രമിക്കുമ്പോൾ അങ്ങ് ചൊറിയപ്പെട്ടു പോവും. അങ്ങനത്തെ ഒരു ഫേസ് എനിക്കുണ്ടായിരുന്നു. ആൻഡ് എ ലോട്ട് ഓഫ് പീപ്പിൾ വെയർ ലൈക്ക് അയ്യോ ചേട്ടൻ പാവം, അയ്യോ മോൻ പാവം, ആഹ് അവൻ ഭയങ്കര സങ്കടത്തിലാണ്, ഐശ്വര്യ അടുത്തില്ലാത്തതിന്റെ വിഷമം ആ മുഖത്ത് നിന്ന് ഇങ്ങനെ ഊസ് ഔട്ട് ചെയ്യുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ ആൾക്കാരൊക്കെ ഉണ്ട്. ആൻഡ് സോ ഇതൊക്കെ എന്നെ ഒരുപാട് എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഇതായിപ്പോവും. പക്ഷെ ഹി വാസ് ലൈക്ക് ഞാൻ അറിഞ്ഞില്ലല്ലോ, ഹി മൈറ്റ് ഹാവ് ബിൻ ഇൻ എ ബാഡ് മൂഡ് ആൻഡ് ഹി മൈറ്റ് ഹാവ് നോട്ട് ഈവൻ നോട്ടീസ്ഡ്. അങ്ങനെ അങ്ങനത്തെ കുറെ സംഭവങ്ങൾ അത് ഞങ്ങൾ ഓവർകം ചെയ്തു. പിന്നെ വന്ന ക്വസ്റ്റ്യൻ ബേബി ക്വസ്റ്റ്യൻസ് ആണ്. ആ ബേബി ക്വസ്റ്റ്യൻസ് എല്ലാം ഡയറക്റ്റഡ് ടുവേർഡ്സ് മീ ആണ്. ആൻഡ് ബേബി ക്വസ്റ്റ്യൻ്റെ ഒരു ഫസ്റ്റ് കാര്യം എനിക്ക് പറയാനുള്ളത്, ഞങ്ങൾ രണ്ടുപേരുടെ ഒരു ജോയിന്റ് ഡിസിഷൻ ആയിരുന്നു ടു ട്രൈ ഫോർ എ ബേബി വെൻ വി ആർ ബോത്ത് മെന്റലി ഓക്കെ ഫോർ ഇറ്റ്. ബോത്ത് മെന്റലി ഓക്കെ ഫോർ ഇറ്റ്. നമുക്കറിയാം കുഞ്ഞിനുണ്ടായി കഴിഞ്ഞാൽ നമ്മളാണ് വളർത്തേണ്ടത്. അപ്പം നമുക്കിപ്പോൾ കുഞ്ഞുണ്ടായി നമുക്ക് ഒരാളെ ഏൽപ്പിച്ചിട്ട് അങ്ങ് പോകാനായിട്ട് പറ്റത്തില്ല. ഇപ്പം ഞാനിപ്പോൾ പഠിക്കുകയാണ്. പഠിക്കുന്ന സമയത്ത് കുഞ്ഞുണ്ടായി എന്നെ അമ്മയോ ആരാണെങ്കിലും ഹെൽപ്പ് ചെയ്യേണ്ടി വരും. എന്നാൽ പോലും നമ്മളുടെ തന്നെയാണ് അതിൻ്റെ റെസ്പോൺസിബിലിറ്റി. അപ്പോൾ ആ ഒരു ബേബി എന്ന് പറയുന്ന ഒരു ചില്ലറ കാര്യമൊന്നുമല്ല. അപ്പോൾ ഞങ്ങൾ മെൻ്റലി റെഡി ആയിരിക്കണം. ആൻഡ് ഹി വാസ് മോർ ലൈക്ക് ഹി വാണ്ട്സ് ടു ബി റെഡി മോർ. അങ്ങനത്തെ ഒരു സൈഡ് പുള്ളിക്കാരന് കൂടുതലുണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്കാരനായിരുന്നു കൂടുതൽ എന്താ പറയുക ഇൻഡിസൈസീവ് ആൻഡ് ഹീ സെഡ് ഹീ വാണ്ട്സ് ടു ബി റെഡി ഫോർ ദാറ്റ്. പക്ഷെ ക്വസ്റ്റ്യൻസ് എല്ലാം വരുന്നത് എനിക്കാണ് കേട്ടോ. സോ ആദ്യമൊക്കെ എന്നോട് പിടിച്ച് മാറ്റി നിർത്തി, നമ്മൾ രണ്ടുപേരും കൂടെ പോകുമ്പോൾ എന്നെ മാത്രം പിടിച്ച് മാറ്റി നിർത്തി, എന്താണ് ഉദ്ദേശം, എന്താണ് കുട്ടികളൊന്നും വേണ്ടേ? അപ്പോൾ ഐ യൂസ് ടു ഫീൽ റാഗ്ഡ്. അപ്പോൾ ഞാൻ അവസാനമൊക്കെ ആയപ്പോഴത്തേക്കും സ്ട്രോങ് ആയി. ഞാനിങ്ങനെ പറയും, ദേ പോന്നു നിങ്ങളുടെ ആള്, ചോദിച്ചോളൂ എന്ന് ഞാൻ പറയും. എൻ്റെ റിലേറ്റീവ്സിനോട് ഞാൻ മറുപടി പറയാം, പുള്ളിക്കാരൻ്റെ റിലേറ്റീവ്സിനോട് പുള്ളിക്കാരൻ മറുപടി പറയട്ടെ എന്നുള്ളൊരു സ്റ്റാൻഡ് പോയിന്റിലെത്തി. ബിക്കോസ് പിന്നെ വന്ന സംഭവം ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ്. അത് ആരും ചോദിച്ച ചോദ്യമല്ല, നമ്മളുടെ ഓൺ കൺസേൺ, എസ്പെഷ്യലി മൈ കൺസേൺ ആണ്. ആക്ച്വലി വി ഹവ് ബീൻ മാരിഡ്, ഇപ്പോൾ ഇറ്റ്സ് ഗോയിങ് ടു ബി 7 years ദിസ് ഒക്ടോബർ. ഈ 7 വർഷത്തിൽ സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു ഫിനാൻഷ്യൽ ഇൻപുട്ട് ഉണ്ടായിട്ടില്ല. ആൻഡ് ഐ എം നോട്ട് പ്രൗഡ് ഓഫ് ഇറ്റ്. എനിക്ക് എന്നോട് തന്നെ കുറേ പേര് പറഞ്ഞിട്ടുണ്ട്, യു കുഡ് ഹാവ് ആക്ച്വലി ട്രൈ ടു ഡു സംതിങ് സൈഡ് ഹസലായിട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവാനായിട്ടൊക്കെ ശ്രമിക്കായിരുന്നു. ഞാൻ അതിനു വേണ്ടി ഈവൻ നമ്മുടെ ഈ ഡോക്യുമെൻറ്റേഷൻ വർക്ക് ഒക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതിനൊക്കെ കുറേ ഇടയ്ക്ക് ട്രൈ ചെയ്തിരുന്നു. ഇടയ്ക്ക് സം വർക്ക് ഇൻ ഓൾ വിൽ ഗെറ്റ്. പക്ഷെ ചിലത് എന്താ പറയുക കള്ളത്തരായിരിക്കും. നമ്മൾ വർക്ക് ചെയ്ത് കൊടുക്കും, അപ്പോൾ അവർ തിരിച്ച് ദേ വിൽ ടെൽ യു ദറ്റ് യു നീഡ് ടു പേ ദിസ് മച്ച് എമൗണ്ട് ആൻഡ് ദെൻ വിൽ ഗിവ് യു ബാക്ക് യുവർ സാലറി. അത് കേൾക്കുമ്പോൾ നമുക്ക് തന്നെ അറിയാം കള്ളത്തരമാണെന്നുള്ളത്. ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ഇപ്പോൾ ചിരിക്കുന്ന പോലെ അല്ല, ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് തിങ്. യു ഹാവ് ടു പ്ലാൻ ഇറ്റ്. ആൻഡ് ഐ ആം മാത്രമല്ല, നമ്മൾ MBBS ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും എല്ലാവർക്കും ഉള്ളൊരു വിചാരമാണ്